കുട്ടികളുടെ ഉയരക്കുറവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് അയാളുടെ ഉയരം. ആ ഒരു അർത്ഥത്തിൽ ഒരാളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഉയരത്തിൻ്റെ വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ കുട്ടികളുടെ ഉയരക്കുറവിന് എന്താണ് അതിൻ്റെ നിർവചനം എന്ന കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു നിർവചനം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം ഒരാളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചു വീഴുന്ന ഫാമിലി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഹൈറ്റ്, അദ്ദേഹം ജനിച്ച റേസ് അല്ലെങ്കിൽ സ്ഥലകാലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു സംഗതിയാണ്. എന്നിരുന്നാലും കുട്ടികൾ സാധാരണയായി നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് പലപ്പോഴും അവരുടെ അച്ഛനമ്മമാർ അവരുടെ ഗ്രോത്ത് വേണ്ടത്ര രീതിയിലൊരു വളർച്ചയാവുന്നില്ല എന്ന് നോട്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ അവരുടെ വളർച്ച വേണ്ടത്രയാവുന്നില്ല എന്ന് നോട്ടീസ് ചെയ്തിട്ട് മാതാപിതാക്കളോട് പറഞ്ഞ് ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെയാണ് പേഷ്യൻസ് നമ്മളെ അടുത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇങ്ങനെ എത്തിച്ചേരുന്ന പേഷ്യൻസിൽ എന്തൊക്കെയാണ് ഗ്രോത്ത് കുറയാനുള്ള കാരണങ്ങൾ എന്ന് ചെകഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോണാണ്. വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഹോർമോൺ. അതിൻ്റെ കുറവ് കൊണ്ട് ഗ്രോത്ത് കുറയാവുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാളും എത്രയോ കോമൺ ആയിട്ടുള്ള മറ്റ് കാരണങ്ങൾ ഗ്രോത്ത് കുറയാനായിട്ടുണ്ട്. ഉദാഹരണത്തിന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, എല്ല് സംബന്ധമായ മറ്റ് അസുഖങ്ങൾ, ഇവയൊക്കെ മൂലം കുട്ടികൾക്ക് ഹൈറ്റ് കുറയാനായിട്ട് സാധിക്കും. അപ്പം കൃത്യമായിട്ട് ഈ ഒരു ഹൈറ്റ് കുറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ സഹപാഠികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറവാണ്, ഇങ്ങനെയൊക്കെ തോന്നുന്ന കുട്ടികൾക്ക് ഒരു 3 മുതൽ 4 വയസ്സ് വരെയൊക്കെ അവർക്ക് ഹൈറ്റ് കുറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പീഡിയാട്രീഷ്യൻ്റെയോ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെയോ അടുത്ത് എത്തിച്ചിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഷോർട്ട് സ്റ്റേച്ചർ അല്ലെങ്കിൽ ഉയരക്കുറവുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പം പ്രധാനമായും ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണലായിട്ടുള്ള ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അവയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഉയരക്കുറവിനെ മറികടക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായി സ്ത്രീകൾ, പെൺകുട്ടികൾ ഒരു 14 മുതൽ 15 വയസ്സ് വരെ മാത്രമേ ഉയരം വെക്കുകയുള്ളൂ. അതുപോലെ ആൺകുട്ടികൾ ഒരു 16 മുതൽ 18 വയസ്സ് വരെ മാത്രമേ ഉയരം വെക്കുകയുള്ളൂ. അതിനുശേഷം അവരുടെ ബോൺസ് ഫ്യൂസ് ആവുകയും പിന്നീട് അവർ ഉയരം വെക്കുകയുമില്ല. അപ്പോൾ നമ്മുടെ നേരിടുന്ന ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും ഷോർട്ട് സ്റ്റേച്ചർ അഥവാ ഉയരക്കുറവായിട്ട് കുട്ടികളെ നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴും അവർക്ക് കല്യാണാലോചനകളൊക്കെ വരുമ്പോഴാണ്. അപ്പം ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഒരിക്കലും ആ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അവർക്കൊരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയിൽ പേഷ്യൻസിന് ഉയരം കൂട്ടുവാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത അച്ഛനും അമ്മയും ഹൈറ്റ് കുറവായതുകൊണ്ട് കുട്ടികൾക്കും ഹൈറ്റ് കുറവാകും എന്നുള്ളൊരു കോമൺ ധാരണ ഉള്ളതുകൊണ്ട് പല അസുഖങ്ങളും ഇവാലുവേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നുമുണ്ട്. അതായത് പലപ്പോഴും നമുക്കറിയാം അച്ഛനും അമ്മയ്ക്കും ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടാകും, അതുമൂലമായിരിക്കും അവരുടെ ഹൈറ്റ് കുറയുന്നത്. കുട്ടികൾക്കും ആ അസുഖം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് കുട്ടികൾക്കും അസുഖം കുറവായിരിക്കും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതിനുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അത് കണ്ടുപിടിക്കാനുള്ള ടൂൾസും ട്രീറ്റ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പാരൻസിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത്. അപ്പോൾ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണെങ്കിൽ കൃത്യമായ ചികിത്സ നൽകി അവർക്ക് കൃത്യമായ ഒരു ഗ്രോത്ത് പാറ്റേണിലേക്കും കൃത്യമായ ഹൈറ്റ് ഗെയിനിലേക്കും ഒക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. താങ്ക് യു. Stay healthy. Follow for more.